മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന മുസ്ലിം ലീഗിന്റെ കേരള യാത്ര കാസർകോട്ട് നിന്ന് തുടങ്ങി. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക കൈമാറി. രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയതയെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്നും കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും വർഗീയ നിലപാടുകളെ തുറന്നുകാട്ടിയും ലീഗ് മന്ത്രിമാരുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കേരള യാത്രയ്ക്ക് തുടക്കമായത്. ഹൊസങ്കടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ജാഥാ നായകൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യയിൽ വളർന്നുവരുന്ന വർഗീയതയെ തടയാൻ കോൺഗ്രസ് മാത്രമേ സാധിക്കൂവെന്നും കേരളത്തിൽ യു.ഡി.എഫിന്റെ ഭരണ തുടർച്ചയുണ്ടാവുമെന്നും പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നതിന്റെ സകല ലക്ഷണങ്ങളും അതിന്റെ ഭീകരത മുഖമുയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ വല്ലതുമൊക്കെ ചെയ്യണം, അല്ലാതെ ഇരുന്ന് നിരങ്ങാനുള്ളതല്ല അധികാരം എന്ന് തെളിയിച്ച ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് തുടരണമെന്ന് പറയുന്നത്. ഉച്ച മുതൽ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദ്, ലീഗ് മന്ത്രിമാർ, എം.എൽ.എമാർ, ഡി.സി.സി പ്രസിഡന്റ് തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കെ.പി.എ. മജീദ്, എം.കെ. മുനീർ, ഇ.ടി. മുഹമ്മദ് ബഷീർ, കെ.എം. ഷാജി എന്നിവർ ഉപനായകന്മാരായ ജാഥയിൽ 40 പേരാണ് സ്ഥിരാംഗങ്ങളായുള്ളത്. നാളെ മുതൽ കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തുന്ന ജാഥ ഫെബ്രുവരി 11-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൗഹൃദം, സമത്വം, സമന്വയം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ജാഥ 19 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഫെബ്രുവരി 11-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഹൊസങ്കടിയിൽ നിന്ന് ക്യാമറമാൻ ബിബി തടത്തിലിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1. CPM-നെ വിമർശിച്ച് ലേഖനമെഴുതിയ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി വിജയന്റെ മറുപടി. RSS-ഉം CPM-ഉം തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് യോജിച്ചതല്ല. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ലീഗ് മന്ത്രിസ്ഥാനം മാത്രമാണ് നോക്കിയത്. വെള്ളാപ്പള്ളി RSS ബന്ധത്തെക്കുറിച്ച് ലീഗിന്റെ നാക്ക് അനങ്ങിയില്ല. RSS-നേക്കാൾ CPM എതിർക്കുന്നത് ലീഗിനെയാണെന്ന വാദത്തെ പിണറായി വിജയൻ തള്ളി. ലീഗ് നേതാവ് KN ഖാദർ കാസർകോട്ട് നിന്ന് ഈ ചർച്ചയിൽ ചേരും. KT കുഞ്ഞിക്കണ്ണൻ CPM-ന്റെ അദ്ദേഹം ന്യൂസ് ഫ്ലോറിൽ എന്നോടൊപ്പമുണ്ട്. കൂടാതെ മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ആദ്യം KN ഖാദറിലേക്ക്. ശ്രീ KN ഖാദർ, കേരള യാത്രയ്ക്ക് മുന്നോടിയായി മാതൃഭൂമി ദിനപത്രത്തിൽ മറ്റു പത്രങ്ങളിലും ഉണ്ടാകാം പി കെ കുഞ്ഞാലിക്കുട്ടി എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ ഈ കേരള യാത്രയുടെ രാഷ്ട്രീയ പ്രമേയമാണ് വിശദീകരിക്കുന്നത്. അതിൽ മുഖ്യമായും പി കെ കുഞ്ഞാലിക്കുട്ടി ഊന്നുന്നത് CPM-ന്റെ ഫാഷിസ്റ്റ് വിരുദ്ധ സ്ട്രാറ്റജി, തന്ത്രം, അത് പാളിപ്പോകാനുള്ള കാരണം അത് മതേതര സഖ്യത്തെയും ഫാഷിസ്റ്റ് മുന്നണിയെയും ഒരേപോലെ എതിർക്കുന്നത് കൊണ്ടാണ് എന്നാണ്. മറ്റൊന്ന്, കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും വിധം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സർക്കാരാണ് കഴിഞ്ഞു പോയത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. CPM-നെ വിമർശിക്കാനാണ് ആ ലേഖനത്തിൻ്റെ ഭൂരിഭാഗം വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ളത് എന്നിരിക്കെ എന്താണ് കേരള യാത്രയുടെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഉന്നം? അല്ല, അത് അങ്ങനെയല്ലാതെ കാണേണ്ടത്. ഈ കേരള യാത്രയുടെ പ്രധാനപ്പെട്ട പ്രമേയം സൗഹാർദ്ദം, സമത്വം, സമന്വയം എന്നാണ്. അത് വിശദീകരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ വർഗീയ ഫാഷിസ്റ്റ് മനോഭാവമുള്ള മോഡി ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന NDA സഖ്യവും അവർ സ്വീകരിക്കുന്ന നിലപാടുകളെ എതിർക്കുവാനും വർഗീയ ഫാഷിസ്റ്റ് ചിന്താഗതികളെ ചെറുത്തു തോൽപ്പിക്കുവാനും വിശാലമായ ഒരു സഖ്യം വേണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്. അതാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത്. ആ വിശാലമായ സഖ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മതേതര ശക്തികളും അതിനകത്ത് അണിനിരക്കണം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭരണരംഗത്ത് അല്പം ദൗർബല്യം അടുത്ത കാലത്ത് അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദേശീയമായ ഒരു ഇഷ്യൂ ആണ് ഈ വർഗീയതയും ഫാഷിസവും. അതൊരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്നതല്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ് എന്തെങ്കിലും പറയത്തക്ക ഒരു സ്വാധീനമുള്ളത്. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു മതേതര സഖ്യമാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, പ്രാദേശികമായി ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പാർട്ടികൾ, ബീഹാറിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ച ജനതാദൾ, നിതീഷ് കുമാറിൻ്റെ പാർട്ടി എന്നിവ ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മതേതര കക്ഷികളും ജനങ്ങളും ഒരുമിച്ച് നിന്നൊരു വിശാലമായ സഖ്യമുണ്ടാക്കി ഫാഷിസ്റ്റ് മനോഭാവത്തെയും ആ ചിന്താഗതിയെയും അതിന് നേതൃത്വം നൽകുന്ന മോഡി ഗവൺമെൻറ്റിനെയും NDA സഖ്യത്തെയും പരാജയപ്പെടുത്തണം. അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമാണ് എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. ഇന്ത്യയുടെ പൊതു താല്പര്യം സംരക്ഷിക്കുവാൻ അങ്ങനെ ഒരു ലൈൻ ഞങ്ങൾ പറയുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ
ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലൈൻ വളരെ സുവ്യക്തമാണ്. അവരുടെ പാർട്ടി കോൺഗ്രസും കൽക്കത്ത പ്ലെയിനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുക എന്ന്. അത് ഇപ്പോഴേ ശക്തമാണ്, ഇതിലേറെ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. മാർക്സിസ്റ്റ് പാർട്ടി, CPI, ഫോർവേഡ് ബ്ലോക്ക്, പെർസൺസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി, പിന്നെ അല്പം RSP, ഇതല്ലാണ്ട് അതിനകത്തൊന്നുമില്ല. അവരെല്ലാം ഇപ്പോഴേ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇനി അത് എങ്ങനെ വിചാരിച്ചാലും കോൺഗ്രസിനെയും ഭാരതീയ ജനതാ പാർട്ടിയെയും ഒക്കെ ഒരേ സമയം ചേർത്ത് തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യം ആ പാർട്ടിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും ഈ വിശാലമായ സഖ്യത്തെ സഹായിക്കുകയാണ് വേണ്ടതെന്ന്. അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം അവർ ഈ വിശാല സഖ്യത്തിന് അനുകൂലമായ നിലപാട് ബീഹാറിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചില്ല. ഒരു 10 സീറ്റുകളിൽ കൂടി BJP തോൽപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അവിടെ അവർ വേറെ തരത്തിലുള്ളൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് ആ മെയിൻ സ്ട്രീം ഒന്ന് മാറി നിന്നതുകൊണ്ട് ഒരു 5 സീറ്റെങ്കിലും തോറ്റു എന്ന് S. രാമേന്ദ്രൻപിള്ള തൻ്റെ ലേഖനത്തിൽ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന സമീപനം മാത്രമല്ല, ഇതിനു മുമ്പ് VP സിംഗിൻ്റെ കാലത്തും 77-ലെ മൊറാർജി ദേശായി ഗവൺമെൻറ് കാലത്തും ഒക്കെ കോൺഗ്രസ് വിരോധത്തിൻ്റെ ശക്തി കൊണ്ട് പലപ്പോഴും ഇടതുപക്ഷം വലതുപക്ഷത്തെ സഹായിച്ച ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നീട് അവർ ആ തെറ്റുകൾ തിരുത്തുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാലും കോൺഗ്രസ് വിരോധം കൊണ്ട് പലപ്പോഴും അവർ അവസാനം വന്നു ചേരുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള കടുത്ത വർഗീയവാദികളെ സഹായിക്കുന്ന ഒരു തരത്തിൽ വന്നു ചേരാറുണ്ട്. ആ നിർഭാഗ്യകരമായ സാഹചര്യം ഒഴിവാക്കണം. നമുക്കെല്ലാം ഒരേ താല്പര്യമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ വിശാലമായ സഖ്യം ഉണ്ടാക്കി ഈ BJPയെയും അവരുടെ സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് ഊന്നി പറയാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അതാണ് പറയുന്നത്. അല്ലാതെ CPM-നെ ഇടതുപക്ഷത്തെ പ്രത്യേകമായിട്ടൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജാഥ അല്ല ഇത്. ആ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഭീഷണി, മതേതരത്വത്തിനെതിരായിട്ടുള്ള ഭീഷണി, ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള ഭീഷണി, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഭീഷണി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ആഹാരശീലത്തിലും എല്ലാ ബഹുസ്വര സങ്കല്പങ്ങളിലും അവർ കൈകടത്തുന്ന ഒരു രീതി അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ സാധിക്കില്ല. അതൊരു നാഷണൽ ഇഷ്യൂ ആണ്. അതിന് നാഷണൽ ലെവലിൽ തന്നെ ശ്രമിക്കണം. അതിനിടയിൽ നിങ്ങൾ ഇത്തരം ഒരു വികലമായിട്ടുള്ള നിലപാട്, വിഭാഗീയമായ നിലപാട് സ്വീകരിച്ചാൽ അത് അവർക്ക് സഹായകരമാകുന്ന അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു എന്നല്ലാതെ ഈ ജാഥയുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കലോ അവരെ കുറ്റം പറയലോ ആക്ഷേപിക്കലോ ഒന്നുമല്ല. സ്വാഭാവികമായും അവരും വിമർശനത്തിന് അവരും വിധേയരാകുന്നുള്ളത് സ്വാഭാവികമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ KN ഖാദർ ആ ലേഖനത്തിന്റെ ഉന്നം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒരു വിശാലമായ മതേതര സഖ്യം എന്നുള്ളത് കേവലമായ തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരം ഒരു ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് മുഴുവൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടത് പാർട്ടികൾ ഒറ്റയ്ക്ക് നിന്നു, ആ മഹാസഖ്യത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ CPM-ന് മുമ്പിലെ ഒരു നിസ്സഹായാവസ്ഥയാണോ ഇത്? ഒരു വശത്ത് സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ ചില മുന്നണികളെ പിന്തുണയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ, മറുവശത്ത് ഫാഷിസം എന്ന ഭീഷണി മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് ഫാഷിസത്തിന് ഭീഷണിയായി മാറും. ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF എത്തപ്പെട്ട അങ്ങേയറ്റം നിസ്സഹായമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ലേഖനം. കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് സംഘടനയെ സജ്ജീകരിക്കാനാണ് ഈ ജാഥ നടത്തുന്നതാണ് മാധ്യമങ്ങളോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഈ എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിൽ തങ്ങൾ ഫാസത്തിനെതിരായിട്ടുള്ള വിശാലമായ ഒരു മാനവ മൈത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ തുടക്കമാണ് ഇതിലൂടെ ആരംഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫാസത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ, ഫാസിസ്റ്റ് പ്രവണതകൾക്കായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയാണ് ഈ ദേശീയ തലത്തിലുള്ളത്? ഇപ്പോൾ മോഡി ഭരണത്തിൻ്റെ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമാവുകയാണ്. ഈ 2 വർഷക്കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ മനസാക്ഷിയെ, ലോക മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് ഗോമാംസത്തിൻ്റെ പേരിൽ മുഹമ്മദ് അക്കലക്ക് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് അക്കലക്ക് കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിട്ടുള്ള മിസ്റ്റർ വിജയ് സിംഗ് പരസ്യമായി പറഞ്ഞത് കൊലപാതകളായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നല്ല. ആദ്യത്തെ പ്രസ്താവന വന്ന് ഗോവധ നിരോധനത്തെ സംബന്ധിച്ചാണ്. കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അടിവരയിട്ട് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹിമാചൽ പ്രദേശിൽ ഇതിന് സമാനമായ പശുക്കടത്തുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധമില്ലാത്തൊരു യാത്രക്കാരനെ തല്ലിക്കൊന്നു. ഈ സംഭവം നടക്കുന്നത്, അവിടെ കേസെടുത്തത് ഈ കൊലപാതകളുടെ പേരിലല്ല, പശുവിനെ കടത്തിയതിൻ്റെ പേരിലാണ്. അവിടെ ഭരിക്കുന്നത് BJP അല്ല. ഞാൻ പറയുന്നത് KN ഖാദറിനെ പോലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ല. ഇന്ന് UDF-ഉം അതിൽ ഘടകകക്ഷിയായിട്ടുള്ള ലീഗും എത്തപ്പെട്ട ഒരു നിസ്സഹായതയുണ്ട്. കേരളത്തിൽ 5 വർഷത്തെ ഭരണം എന്ത് നേട്ടാ പറയാനുള്ളത്? വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജാഥ നയിക്കുന്നത്. വ്യവസായ രംഗത്ത് തങ്ങൾ ചെയ്ത കാര്യം എന്താണ്? അദ്ദേഹം ഇവിടെ ഉദ്ഘാടന യോഗത്തിൽ ജാഥാ നായകനായിട്ട് കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിംഗ്സ് നിങ്ങൾ കാണിച്ചു. അദ്ദേഹം എന്താണ് പറയുന്നത്? ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം.
ഇരിക്കും എന്ത് ചെയ്തു? 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പൊതുമേഖലാ വ്യവസായങ്ങളുടെ സ്ഥിതി എന്താണ്? പുകയില്ലാത്ത വ്യവസായങ്ങൾ കൊണ്ട് കേരളത്തിൽ പരിസ്ഥിതിക്കും ദോഷമില്ലാത്ത വ്യവസായം കൊണ്ടുവന്ന് തൊഴിൽ സാഹചര്യം ഉണ്ടാക്കി. എന്ത് തൊഴിൽ സാധ്യതയാണ് കേരളത്തിൽ ഈ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയത്? കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, വാർഷിക അവലോകനം പോലും ബജറ്റിൽ ലക്ഷ്യം വെച്ചിരുന്ന നികുതിപ്പണം പോലും വിരിക്കാൻ കഴിയാതെ, വികസന പദ്ധതികളുടെ വാർഷിക അവലോകനം പോലും നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലക്കാണ് കുഞ്ഞാലിക്കുട്ടി ജാഥ നയിക്കുന്നത്. അങ്ങനെ ജാഥ നയിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ നേരിടാൻ CPM പ്രാപ്തമാണോ എന്ന ഒരു ഇഷ്യൂ അനാവശ്യമായിട്ട് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. CPM പോലുള്ളൊരു പാർട്ടി ദേശീയ തലത്തിൽ, അത് KN ഖാദറിനും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് ബംഗാളും കേരളത്തിനും അതുപോലെ തന്നെ ത്രിപുരയിലേക്കുള്ളൊരു പാർട്ടിയാണ്. പക്ഷേ ദേശീയ തലത്തിൽ ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ സംഘപരിവാറിൻ്റെ ഒരു ഫാസിസ്റ്റ് അജണ്ടയെ തുറന്നു കാണിക്കുന്നതിലും ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും തെറ്റായ രീതിയിലുള്ളൊരു പ്രചരണത്തെ ഈ ഇന്ത്യൻ മനസാക്ഷിക്ക് മുമ്പിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിൽ വലിയ മുൻകൈയെടുത്ത പ്രസ്ഥാനം ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിജീവികളാണ്, ചരിത്രകാരന്മാരാണ്. അതിനുവേണ്ടി അത് നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ എത്രയോ ചരിത്രകാരന്മാർ ഇന്നും BJPയുടെ സംഘപരിവാറിൻ്റെ ഹിറ്റ് ലിസ്റ്റിലാണെന്ന് നമ്മൾ അറിയണം. ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ 90-കൾ മുതൽ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് കൺസിസ്റ്റൻ്റായ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPM. അദ്ദേഹം പറഞ്ഞല്ലോ, ഇപ്പോൾ ഇടക്കാലത്ത് ജനതാ പാർട്ടിക്ക് പുറമെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയൊക്കെ വന്നിരുന്ന നമ്മുടെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ആകെ റദ്ദ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ അന്ന് BJP ജനസംഘം എന്നുള്ള നിലക്കല്ല, ആ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പൊതുവായ ഒരു ഫ്രണ്ട് വന്നു. പക്ഷേ എന്താണ് ഇരട്ടാംഗത്തിൻ്റെ പ്രശ്നം, RSSൻ്റെ പ്രശ്നം വന്നപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്താരാണ്? ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ്. ആ കാലത്ത് EMS എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അത് അറിയാത്ത ആളല്ല KN ഖാദർ പോലുള്ള ആളുകൾ. അതിനെ തുടർന്നാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ, മധുലിമായ പോലുള്ള ആളുകൾ ഇരട്ടാംഗത്തിൻ്റെ പ്രശ്നം ജനതാ പാർട്ടിക്ക് മുന്നിൽ ഉയർത്തുകയും അതിനെ തുടർന്ന് എന്താണ് ഈ RSS വിഭാഗത്തെ, സംഘപരിവാരത്തെ ഒറ്റപ്പെടുന്ന രീതിയിലുള്ള ഒരു ധ്രുവീകരണം അതിലുണ്ടായത്. 89-ൽ മണ്ഡൽ കമ്മീഷൻ പ്രശ്നവും അതിനെ മറികടക്കാൻ വേണ്ടി സംഘപരിവാർ ബാബരി മസ്ജിദ് പ്രശ്നവും ഉയർത്തിയപ്പോൾ കോൺഗ്രസ് അല്ലേ VP സിംഗ് ഗവൺമെൻറ്റായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്? അതേ മുന്നണിയില്ലേ KN ഖാദറിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നത്? ആ അവിശ്വാസ പ്രമേയത്തെ ആരാ പിന്തുണച്ചത്? BJP അല്ലേ? അങ്ങനെയല്ലേ VP സിംഗ് പുറത്തു പോകേണ്ടി വന്നത്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ പഴയ ചരിത്രം നമ്മൾ ഇന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. 90-കൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് CPM പോലുള്ളൊരു പാർട്ടി, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ വില കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തെ മുന്നോട്ട് റൈറ്റ് KT കുഞ്ഞിക്കണ്ണൻ. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ KN ഖാദർ വിശദീകരിച്ചതും PK കുഞ്ഞാലിക്കുട്ടി എഴുതിയതുമായ ലേഖനത്തിൻ്റെ ഉന്നം ഇടത് പാർട്ടികളുടെ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ ദൗർബല്യത്തെ തുറന്നു കാണിക്കുന്നതാണ്. അതിനുവേണ്ടി തന്നെയാണ് ആ വാക്കുകൾ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് എന്നിരിക്കെ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമെങ്കിലുമുള്ള CPM പോലുള്ള ഒരു പാർട്ടിയെ കേരളത്തിൽ മാത്രം വേരുകളുള്ള കേരളത്തിലെ ഒരു ശക്തിയായ മുസ്ലിം ലീഗ് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതിന് പിന്നിൽ ഉള്ള യഥാർത്ഥ അജണ്ട എന്താകും? ലീഗുകാർ ഫാഷിസത്തെക്കുറിച്ചും അത്തരത്തിലുള്ള സൈദ്ധാന്തികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഗൗരവബോധത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പുതിയതായിട്ട് ലീഗിന് തോന്നിത്തുടങ്ങിയ ചില കാര്യങ്ങളാണ്. 89-ൽ തന്നെ 89-90-ലൊക്കെ തന്നെ ബേപ്പൂര് നമ്മുടെ ഡോക്ടർ മാധവൻകുട്ടി BJP, കോൺഗ്രസ്, ലീഗ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർന്ന കാലത്ത് ഞാനത് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അന്ന് നമ്മുടെ ബഹുമാന്യനായ ശിഹാബ് തങ്ങളെ ഈ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരവേലയ്ക്ക് കൊണ്ടുപോയ ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. ഇപ്പം സംഘപരിവാർ ഇപ്പം പെട്ടെന്ന് ഒരു ഭീകരമായിട്ടുള്ള സത്വമായിട്ട് വന്നതല്ല. 1926-ലാണ് ഈ RSS എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. 1926 മുതൽ ഇന്ന് വരെ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ RSSൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരോധമാണ്, മുസ്ലിം വിരോധം അതിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ആ സംഗതികൾ ഇരിക്കെ തന്നെ അവരുമായിട്ട് കൂട്ടുകൂടാനും അവരുടെ കാൻഡിഡേറ്റിന് വോട്ട് പിടിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്കും അവർക്ക് ഫാസിസത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ഫാസിസത്തിനെതിരായിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അവർ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ ഇക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
ഫാഷിസത്തിനെതിരായിട്ട് ലോകത്ത് ആരെങ്കിലും യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സോവിയറ്റ് യൂണിയനെ പോലെ ആളുകളാണ്. സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പട കാരണമാണ് അന്ന് ഹിറ്റ്ലറെ ഇല്ലായ്മ ചെയ്തത്. അത്തരം കാര്യങ്ങൾ കൂടി കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പരിശോധിക്കണം. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരം വിഷയങ്ങളെ നമ്മൾ കപടമായ രൂപത്തിൽ പ്രയോഗിക്കരുത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്ത്യയുടെ ദേശീയതയുടെ പ്രശ്നമാണ്, ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രശ്നമാണ്. അത്തരം കാര്യങ്ങളിൽ യോജിക്കണം. പക്ഷേ യോജിക്കുന്ന സമയത്ത് സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ പരിശോധിക്കണം. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഈ വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ന്യൂനപക്ഷ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കൂടുതൽ ഗൗരവബോധത്തോടു കൂടി ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ ലീഗ് തയ്യാറാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു തയ്യാറ് പക്ഷേ ലീഗിനുണ്ടോ? ഉണ്ടെന്ന് സംശയിക്കാവുന്ന നിലയിലൊന്നും നല്ല കാര്യങ്ങൾ. ഒറ്റ കാര്യം മാത്രം അറിയാം. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏറ്റവും ഗൗരവമായിട്ട് ഇത്തരം രാഷ്ട്രീയ സമരങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ലീഗിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആരൊക്കെയുള്ളത്? കെ.എൻ. ഖാദറിനെ പോലുള്ള ഒരാളെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലാവും. അതിന് പകരം അവിടെ ഏറ്റവും അവസാനത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന ഒരു വ്യവസായ പ്രമുഖനാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള ആൾ പാർലമെൻറ്റിൽ അയച്ചു. അങ്ങനെയൊക്കെയാണോ ഒരു പാർലമെൻ്ററി പ്രവർത്തനം നടത്തേണ്ടത്? ഇതൊക്കെയാണ് ആ പാർട്ടി ആലോചിക്കേണ്ടത്. സ്വന്തം സമുദായത്തോട് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കുറെ കൂടി ഗൗരവമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറാവണം. റൈറ്റ്. എൻ പി ചിക്കുട്ടി മടങ്ങിയെത്താം. ശ്രീ കെ.എൻ. ഖാദർ, പഴയ സംഭവങ്ങൾ, ചരിത്രം നമുക്ക് മാറ്റിവെക്കാം. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന മണ്ഡലം പ്രധാനമായും കേരളത്തിലാണ്. കേരളത്തിലെങ്കിലും ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാടുകളെ തമ്മിൽ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ സമീപകാല സംഭവവികാസങ്ങളെ മുന്നിലെടുത്ത് പരിശോധിച്ചാൽ ആരാണ് യഥാർത്ഥത്തിൽ ഫാഷിസത്തെ കാര്യക്ഷമമായി ചെറുക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം CPM-ൻ്റെ വലിയൊരു വോട്ട് ബാങ്കാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിലെ ശക്തിയുള്ള, അതിൽ സ്വാധീനമുള്ള ഒരു സമുദായ സംഘടന സംഘപരിവാറുമായി കൈകോർത്തപ്പോൾ CPM സ്വീകരിച്ച നിലപാടും മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടും ഒന്ന് താരതമ്യം ചെയ്താൽ തന്നെ കേരളത്തിലെങ്കിലും CPM-ൻ്റെ ഫാഷിസ്റ്റ് വിരുദ്ധ സ്ട്രാറ്റജിയുടെ ശക്തി മനസ്സിലാകില്ല. അല്ല, അതിൽ എനിക്ക് ഒരു സ്വല്പം സമയം തരണം. എന്താ വെച്ചാൽ എൻ്റെ സ്നേഹിതൻ ശ്രീ കുഞ്ഞിക്കണ്ണനും അതുപോലെ ചെക്കുട്ടിയും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ കുറേ അധികം ഉണ്ട്. അപ്പോൾ അതൊരു വലിയ സൈദ്ധാന്തികമായിട്ടുള്ള പ്രശ്നങ്ങളും താത്വികമായ പ്രശ്നങ്ങളും ഒക്കെ അന്തർലീനമായിട്ടുള്ള പല വിഷയങ്ങളും അവർ നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഈ സംഘപരിവാറുമായിട്ടുണ്ടാക്കിയ പുതിയ സഖ്യവും അദ്ദേഹം രൂപീകരിച്ച പുതിയ പാർട്ടിയും അദ്ദേഹം ഈഴവ സമുദായത്തെ മതേതരത്വത്തിൻ്റെ പാതയിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ധാർമ്മികമായ സന്ദേശങ്ങളിൽ നിന്ന് മാറ്റി സംഘപരിവാർ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തതും മുസ്ലിം ലീഗ് അതിനെ എതിർത്തതും തമ്മിൽ സാരമായിട്ടുള്ള അന്തരമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഫാസിസ്റ്റ് ശക്തികളെ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി, സംഘപരിവാർ, നടേശൻ, അതിൻ്റെ പുതിയ രൂപങ്ങൾ, അതിനെല്ലാം മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ നടേശനുമായിട്ട് ഡയറക്റ്റായിട്ടൊരു കോൺഫ്ലിക്റ്റിന് പോകുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഈ തരം സമരങ്ങളിലൊക്കെ മതേതര പാർട്ടികളെ മുന്നിൽ നിർത്തുകയും അവരോട് ചേർന്ന് നിന്ന് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യലാണ് ബുദ്ധിപരമായിട്ടുള്ള സമീപനം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ല ഡയറക്റ്റായിട്ട് ഞങ്ങളിപ്പോൾ RSSനെ, BJP-യെ, നടേശനെയൊക്കെ എതിർത്ത് തുടങ്ങുമ്പോൾ മാധ്യമങ്ങൾ തന്നെ അതിന് പല വ്യാഖ്യാനങ്ങളും വരും. അതൊരു മുസ്ലിം ഹിന്ദു ഇഷ്യൂ ആക്കിയിട്ട് മാറ്റിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. മറ്റ് മതേതര കക്ഷികളോടൊപ്പം നിന്നുകൊണ്ടൊരു മുന്നണിയായിട്ട് ഇതിനെ ചേർത്ത് തോൽപ്പിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യത വളരെ കുറയും. അതാണ് അതിനൊരു കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു സംഗതി, ഇപ്പോൾ ഇവിടെ കുഞ്ഞിക്കണ്ണൻ എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ ഫാസിസത്തെ എതിർത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് പറ്റിയ പാളിച്ചകൾ അവർക്ക് പറ്റാൻ പാടില്ലാത്തതാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയായിരിക്കും, ദേശീയ തലത്തിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത പാർട്ടിയായിരിക്കും. എന്നാലും ഞങ്ങളിപ്പോൾ മെമ്പർഷിപ്പ് കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ നോക്കിയാൽ അത്ര മോശമായിട്ടുള്ളൊരു പാർട്ടി അല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഫാസിസത്തെ എതിർത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആ ചെയ്ത പ്രവൃത്തികളൊന്നും ഞാൻ തള്ളിക്കളഞ്ഞില്ല. എൻ്റെ സ്നേഹിതൻ ചെക്കുട്ടി പറഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ട് ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ആയിരിക്കാം. പക്ഷേ സ്റ്റാലിനെ പോലുള്ള ആളുകൾ ഫാസിസവുമായിട്ട്, ഹിറ്റ്ലറുമായിട്ട് സഖ്യം ചെയ്ത സന്ദർഭങ്ങളും ഉണ്ട്. അതുമാത്രമല്ല, അത്രയും ശക്തമായി ഫാസിസത്തെ എതിർത്തു എന്ന് പറയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം തന്നെ
ഭൂലോകത്തിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് പോയി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ക്ഷീണമാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതോ വളർച്ചയാണോ എന്ന് പരിശോധിച്ചാൽ ബീഹാറിലും ആന്ധ്രയിലും അതുപോലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ പോലും വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സാർവദേശീയ തലത്തിലും ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ലീഗിൻ്റെ എതിർപ്പ് കൊണ്ടല്ലല്ലോ, കോൺഗ്രസിൻ്റെ എതിർപ്പ് കൊണ്ടൊന്നും അല്ല. അതിനുള്ള കാരണങ്ങൾ അവർ പരിശോധിക്കുന്നില്ല. അവർ ചെയ്തൊക്കെ ശരിയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഒരു തീവണ്ടി എഞ്ചിൻ നല്ല ഒന്നാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ആവി എഞ്ചിനോ ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനോ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തീവണ്ടി എഞ്ചിൻ ഫലപ്രദമായി തീരുന്നത് അതിന് ധാരാളം ബോഗികളിൽ കുറേ ഉണ്ടായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ തീവണ്ടി എഞ്ചിൻ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സാധനമായിട്ട് തീരുക. മാർക്സിസ്റ്റ് പാർട്ടിയെ നല്ലൊരു എഞ്ചിനായിട്ട് നമുക്ക് കാണാം, പക്ഷേ ബോഗികളില്ല, അതാ പ്രശ്നം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയാണ്. ആ എല്ലാ പാർട്ടികൾക്കും മതേതരത്വത്തിനും ഒരേ അളവായിരിക്കില്ല. ചിലർക്ക് 100% ജെനുവിൻ സെക്കുലറിസ്റ്റ് ആയിരിക്കും, ചിലർ 90%, ചിലർ 80%, ചിലർ 70% ആയിരിക്കും. ഈ ഫാസിസത്തെ എതിർക്കാൻ ആഗ്രഹിക്കുന്ന കക്ഷികൾ കഴിവതും വിട്ടുവീഴ്ച ചെയ്ത് പരമാവധി ഈ ഫാസിസ്റ്റ് പക്ഷത്തിന് എതിരായിട്ട് നിൽക്കാൻ തയ്യാറുള്ളവരെ ഒരുമിച്ച് അണിനിരത്തുകയും അങ്ങനെ സമരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ അവരുടെ ഡിഗ്രി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. 80 ഉള്ളവനെ 90 ആക്കാനും 90 ഉള്ളവനെ 100 ആക്കാനും സാധിക്കും. അല്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കില്ല അതിൻ്റെ സെക്കുലറിസ്റ്റ് അപ്രോച്ച് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ തോതനുസരിച്ച് അത് അവർക്ക് പോരാ, അവർ കുറേ തെറ്റ് ചെയ്തവരാണ്, അതുകൊണ്ട് ഇനി അവരെ ഈ പക്ഷത്ത് നിർത്തിക്കൂടാ എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് തള്ളിവിട്ടാൽ നമ്മുടെ ഈ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം ദുർബലമാകുകയുള്ളൂ. അതല്ല വേണ്ടത്, പരമാവധി ബന്ധുക്കളെ സമാഹരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേജ് ഒന്നുമല്ലല്ലോ ഇന്ത്യയിലുള്ളത്, ഒരു ജനകീയ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് CPM-ന്റെ ഒരു കാഴ്ചപ്പാട്. CPI-ക്കാണെങ്കിൽ ദേശീയ ജനാധിപത്യം. ആ CPI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയ പാർട്ടി ആയിരുന്നില്ലേ, അത് വളർന്നിട്ടല്ലേ CPM ഉണ്ടായിട്ട്. ഇപ്പോൾ ആ CPI-ക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരാളല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 പേരുണ്ട്, അവർക്ക് ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് ഈ അപജയത്തിന് കാരണം? ഒരു കാര്യത്തിൽ വ്യക്തത ആവശ്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നതെന്ന് താങ്കൾ തന്നെ മുമ്പ് വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തിന് പുറത്തുള്ള ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളെ, ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ, ഫാഷിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മകളെ, അത്തരം കൂട്ടായ്മകളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇടത് പാർട്ടികൾക്ക് പ്രത്യേകിച്ച് CPM-നുള്ള പങ്ക് താങ്കൾക്ക് നിഷേധിക്കാമോ? അല്ലെങ്കിൽ ആ കാര്യത്തിൽ അവർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതാമോ? അതോ തെരഞ്ഞെടുപ്പ് സഖ്യ രൂപീകരണത്തിൽ മാത്രമാണോ ഫാഷിസ്റ്റ് വിരുദ്ധതയിൽ CPM-ന് ഇടത് പാർട്ടികൾക്ക് വീഴ്ച സംഭവിക്കുന്നത്? അല്ല, ആ ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമല്ല എന്നാണ്. ഒരു വിശാലമായ ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം രൂപീകരിക്കുന്നതിന് CPM വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്നുള്ള ക്രിറ്റിസിസാണ് എനിക്കുള്ളത്. ആ പാർട്ടി മുൻകൈയെടുത്ത് നടത്തേണ്ട പ്രവർത്തികൾ ആ പാർട്ടി മുൻകൈയെടുത്ത് നടത്തുന്നില്ല. ആ വിശാലമായ സഖ്യത്തെ രൂപീകരിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന കക്ഷിയാണ് ഇടതുപക്ഷം. പക്ഷേ നിർഭാഗ്യവശാൽ അവരതിന് മുൻകൈ എടുക്കുന്നില്ല. അവരെപ്പോൾ സംസാരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും എപ്പോഴും അവരുടെ എതിർപ്പിൻ്റെ കുന്തമുന കോൺഗ്രസിനെതിരായിട്ടാണ് തിരിയുക. ബാബരി മസ്ജിദിൻ്റെ ഡിമോളിഷനൊക്കെ പറഞ്ഞപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ 2 പാർട്ടികളെ നമ്മൾ രണ്ടായിട്ട് കാണണം. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതേസമയം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് BJP ആണ്. അല്ല, ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. ഈ ഡിമോളിഷൻ നടത്തിയത് സംഘപരിവാറാണ്. അപ്പോൾ ഡിമോളിഷൻ ഡയറക്റ്റായിട്ട് നടത്തിയ റിയൽ ആയിട്ടുള്ള കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് സംഘപരിവാറാണ്. അത് നോക്കി നിന്നു എന്നുള്ള അലിഗേഷനാണ് ഇവർക്കെതിരായിട്ട് വന്നത്. 2 ആൾക്കും ഒരു ശിക്ഷയാണോ കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയും? അപ്പോഴും ആ ഡിമോളിഷൻ നടത്തിയ ബാബരി മസ്ജിദ് തകർത്തവരെ ശക്തമായി എതിർക്കുന്നതിന് പകരം അതിന് കൂട്ടുനിന്നു, അത് നടന്നപ്പോൾ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസിനെ എതിർക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ ചർച്ച ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ KN ഖാദർ ഉന്നയിച്ച വിമർശങ്ങളിൽ വളരെ പോസിറ്റീവായി CPM-ന് എടുക്കാവുന്നത് തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് പുറത്തുള്ള ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര ശക്തി പോരാ, CPM വേണ്ടത്ര അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല, അതൊരു പോസിറ്റീവായ എലമെൻ്റായി എടുക്കാം. പക്ഷേ അത് വിശദീകരിച്ചുകൊണ്ട് പലപ്പോഴും പറയുന്നു, ഒന്ന് ബീഹാറിലെ ഇടത് പാർട്ടികളുടെ നിലപാട്, വിശാല മതേതര സഖ്യത്തെ പിന്തുണയ്ക്കാതെ ഒറ്റയ്ക്ക് നിന്ന ഇടത് പാർട്ടികളുടെ നിലപാട് ഫാഷിസത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന വിമർശനം. മറ്റൊന്ന്, കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷ വർഗീയതയോടും സംഘപരിവാറിനോടും ഒരേ സമയം തന്നെ സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് ലീഗിനെ തളർത്തുക, അതിനുവേണ്ടി സാമ്പാർ മുന്നണികൾ രൂപീകരിച്ചുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി ലേഖനത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തെ മാത്രം എടുത്തുകൊണ്ട്, ദേശീയതലം വിടുക, കേരളത്തെ മാത്രം എടുത്തുകൊണ്ട് CPM സ്വീകരിച്ച ഈ നിലപാട് യഥാർത്ഥത്തിൽ ലീഗ് വിരുദ്ധതയാണോ? CPM ഇന്ത്യയിൽ
വർഗീയതയെ കാണുന്നത് ലീഗ് കാണുന്ന പോലെയല്ല. ഇപ്പോൾ KNA ഖാദർ തന്നെ അദ്ദേഹം സമർത്ഥനായ ഒരു വക്കീലും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് വളരെ കോടതി യുക്തിയിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവാവഹമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ കേരളവും ഇന്ത്യയും ഒക്കെ നേരിടുന്ന ഫാസിസ്റ്റ് വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പോൾ UDF എന്ന് പറയുന്ന കക്ഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വളരെ സമർത്ഥമായിട്ട് ഒരു അരുവിക്കര മോഡൽ ആവർത്തിക്കാനാണ് ശ്രമിച്ചത്. അരുവിക്കര മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ വിരുദ്ധമായ വോട്ടുകൾ, ഭരണവിരുദ്ധമായ വോട്ടുകൾ BJP പിടിക്കുക, രാജേട്ടൻ പിടിക്കുക. അങ്ങനെ ഒരു രാജേട്ടൻ പ്രതിഭാസം കേരളത്തിലുടനീളം ഉണ്ടാക്കുക. അതിനെന്താണ് വെള്ളാപ്പള്ളിയും BJPയും തമ്മിലുണ്ടാക്കുന്ന സഖ്യം, പുതിയ ബാന്ധവം, ഇതിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചു കൊടുത്തു. ഇപ്പം ഇവരുടെ ഭരണഘടനയും പരിപാടിയും എഴുതി തയ്യാറാക്കിയ ആൾ രാജൻ ബാബു, UDF ഒരു MLA ആണ്, രാജൻ ബാബുവാണ്. ആ രാജൻ ബാബുവിന് ഇതിനുള്ള എല്ലാ സമ്മതവും കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ലീഗിനെ പോലുള്ളൊരു പാർട്ടി പരസ്യമായിട്ട്, പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ മതവിശ്വാസികൾ കൂടുതലുള്ളൊരു പാർട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനെയും BJPയെ മത്സരിക്കുമ്പോൾ അതിനൊരു കമ്മ്യൂണൽ ചേ വരും. പക്ഷേ എന്താണ് മറുഭാഗത്ത് UDFിൻ്റെ നയം എന്താണ്? കേരളത്തിലെ ഭൂരിപക്ഷ മതം 80%, 79% വരുന്ന ആളുകൾ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ ആ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷ ആളുകളും CPMലാണ്, ഇടതുപക്ഷത്താണ്. ആ ഇടതുപക്ഷത്ത് നിൽക്കുന്ന വിഭാഗങ്ങളെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്ത് നടത്തിയെടുക്കാൻ SNDP പോലുള്ള ഒരു വലിയ സമുദായ സംഘടന വഴി കഴിയുമോ എന്ന പരീക്ഷണമാണ് ഉമ്മൻചാണ്ടിയുടെ താല്പര്യാർത്ഥം, ഇംഗിതമനുസരിച്ച് BJP ഇവിടെ പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തെ ലീഗ് എതിർത്തിട്ടില്ല. ലീഗ് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാനും ബഹുമാനപ്പെട്ട KNA ഖാദറും ഈ മീഡിയ വണിൻ്റെ തന്നെ കേരള സമ്മിറ്റിലൊരു ചർച്ചയിൽ എന്താണ് T സിദ്ദിഖ് പറഞ്ഞു, കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ ഈ CPM, ഈ BJP അല്ലെങ്കിൽ സംഘപരിവാരത്തുന്ന ഫാസ്റ്റ് വിഷണി ഒരു പ്രധാന ഘടകമേ അല്ല. KNA ഖാദർ അടക്കമുള്ള ആളുകൾ അന്ന് മൗനം കൊണ്ട് എന്താണ് അതിനെ എതിർക്കുകയോ എന്നാൽ അതിനെ അനുകൂലിക്കുകയോ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ലേഖനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് T സിദ്ദിഖ് അന്ന് പറഞ്ഞ നിലപാടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെയുള്ളത്. BJP ഒരു അവഗണിത ശക്തിയാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഇന്ന് ദേശീയ തലത്തിൽ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ കോർപ്പറേറ്റ് മൂലധനം ഇറക്കിക്കൊണ്ട് ആളുകളെ പിടിച്ച് വോട്ട് വാങ്ങിക്കുന്ന ഒരു പ്രവർത്തനമാണ്. 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കി ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ മോഡിയെ അധികാരത്തിൽ എത്തിച്ചത്, അതിന് സമാനമായ ഒരു പ്രചരണ തന്ത്രവും ഒരു സംഘടനാ തന്ത്രവും RSSൻ്റെ. ഇപ്പോൾ BJP കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് ഒരു BJPക്കാരനല്ല, മിസ്ഡ് കോളിൻ്റെ അടിസ്ഥാനത്തിലൊരു മെമ്പർഷിപ്പ് BJP എടുത്തായിട്ട് നമുക്കറിയില്ല. RSSകാരനാണ്, ഹിന്ദു മുന്നണിക്കാരനാണ്. ഈ ശശികല ടീച്ചറുടെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇത്തരം നിരക്കൽ സംഭവത്തെ തുടർന്ന്, നിരക്കൽ പ്രശ്നത്തെ തുടർന്ന് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ട് ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചുവിടാൻ ആ രീതിയിലൊരു ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ കൃത്യമായിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടുള്ള ആൾ മിസ്റ്റർ കുമ്മനം രാജ. അദ്ദേഹം സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്. നമ്മൾ അറിഞ്ഞെടുത്തോളം RSSൻ്റെ പ്രമുഖരായ ആളുകൾ BJP നേതൃത്വം ഏറ്റെടുക്കുകയാണ്. ഇവിടുത്തെ BJP നേതാക്കൾക്കുള്ള ചെറിയ അമർഷവും ചില പ്രതിഷേധവും കൊണ്ടാണ് ഇപ്പോൾ വത്സൻ തില്ലങ്കേരിയെ പോലുള്ള ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വരാത്തതെന്ന് നമ്മൾ അറിയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJP മുഖ്യ ഭീഷണിയല്ല എന്നാണെന്ന് പറയുന്നത്. BJP ദേശീയ തലത്തിൽ മുഖ്യ ഭീഷണിയാണെങ്കിൽ ദേശീയ ഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരളത്തിലും മുഖ്യ ഭീഷണിയാണ്. അതിനെ നേരിടുന്ന കാര്യത്തിൽ കോൺഗ്രസിന് കഴിയില്ല. ഉമ്മൻചാണ്ടി ഇവരുമായിട്ട് രഹസ്യ ബാന്ധവമുള്ള ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരത്തിലുള്ള ഒരു സഖ്യമുണ്ടാക്കാനുള്ള ശ്രീ NP ചേക്കുട്ടി, കേരളത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ ഒരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ ഫാഷിസത്തിന് കടന്നു വരാനുള്ള ഒരു വാതിൽ തുറന്നത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറുമായുള്ള സഖ്യ നീക്കത്തിലൂടെയാണ്. കാരണം കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ അതേപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഈഴവ സമുദായത്തിനുള്ള പങ്ക് വളരെ നിർണായകമാണ്. അതിന് SNDP പോലുള്ള ഒരു സംഘടന നൽകിയ സംഭാവനയും വലുതാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറുമായുള്ള ബന്ധം എന്ന ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് വിലപേശൽ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല, വർഷങ്ങളായി. പക്ഷേ അവിടെ പോലും CPM സ്വീകരിച്ച നിലപാട്, ഏറ്റവും ഒടുവിൽ CPM സ്വീകരിച്ച നിലപാട് വെള്ളാപ്പള്ളിയുമായി ഒരു സംയമനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൻ്റെയോ ലൈനല്ല, കടന്നാക്രമിക്കുക എന്ന ലൈനായിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചത് വഴി CPMനുണ്ടായ നേട്ടം ചെറുതല്ല. കാരണം CPMന് പരമ്പരാഗതമായി ലഭിച്ചു പോരാത്ത ചില വോട്ട് ബാങ്കുകൾ CPMന് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണോ ഇപ്പോൾ ലീഗിൻ്റെ കേരള യാത്രയുടെ രാഷ്ട്രീയമായ വിമർശനങ്ങളുടെ ഫോക്കൽ പോയിന്റ് ഉണ്ടാവുന്നത്?
ഇപ്പം എല്ലാവരും ഫാസിസത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലീഗും പ്രസംഗിക്കണം എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഗൗരവത്തോടു കൂടിയൊന്നുമല്ല ലീഗ് ഈ രാഷ്ട്രീയ വിഷയങ്ങളെ കാണുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഗൗരവത്തോടു കൂടി അവർ ഈ രാഷ്ട്രീയത്തെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഹിന്ദു റിവൈവലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭീഷണിയെ കാണുന്നതായിരുന്നെങ്കിൽ അവരെല്ലാ കാലത്തും ആ തരത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ലീഗ് എടുത്തിട്ടില്ല. ലീഗ് അവർക്ക് സൗകര്യമുള്ള പ്രദേശങ്ങളിൽ കാലങ്ങളിലൊക്കെ തന്നെ സംഘപരിവാറുമായിട്ട് പോലും ചേർന്നുകൊണ്ട് ജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് നേരെ ലീഗിനുള്ള ഈ ബന്ധങ്ങൾ അധികാരത്തിൻ്റെ ബന്ധങ്ങളാണ്. ഈ അധികാരത്തിൻ്റെ ബന്ധങ്ങൾ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നയനിലപാടുകൾ രൂപീകരിക്കുക മാത്രമാണ് ലീഗ് ചെയ്യുന്നത്. അതിന് തിയററ്റിക്കലായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ചേരുന്നു, കോൺഗ്രസിൻ്റെ മുന്നണിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനെ ന്യായീകരിക്കുന്നു പറയും. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒരു വിഷയം കൊണ്ട് മാത്രം ലീഗിന് ഇനി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം മുസ്ലിം സമുദായത്തിനകത്ത് വളരെ ആഴത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ സംഘപരിവാരം പിന്നെ ഹിന്ദു സമുദായത്തിൽ തീയ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് വരുന്നു, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നുമല്ല പ്രശ്നം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു അതാണ് ലീഗ് പരിശോധിക്കേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്നത്. യങ്ങർ ജനറേഷനകത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പുതിയ തരത്തിലുള്ള അവബോധം ഉണ്ടാകും. ലീഗിൻ്റെ സാമൂഹികമായ അടിത്തറയിൽ കുറവ് വരുന്നുണ്ട്. ലീഗിൽ പഴയ മാതിരി മുസ്ലിം യുവാക്കളെ പിന്നെ പൂർണ്ണമായി കയ്യിലെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് 2 മണ്ഡലങ്ങളിൽ, മഞ്ചേരി പൊന്നാനി മണ്ഡലങ്ങളിൽ തന്നെ SDPയുടെ സീറ്റ് വോട്ട് മാത്രം നോക്കിയാൽ മതി എത്രത്തോളം ആഴത്തിൽ പുതിയ തരത്തിലുള്ള സാമൂഹിക ശക്തികൾ കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് ഉയർന്നു വരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പം പിന്നെ ഇവിടെ കൊണ്ടോട്ടിയിലും ഈരാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ലീഗിന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പം അത്തരം സംഗതികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്നെ തകർച്ച വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇത്തരം കാര്യങ്ങളാണ് ലീഗിനെ പരിഭ്രമിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് യങ്ങർ ജനറേഷനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ അവബോധമാണ്. ആ അവബോധത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നാണ് ലീഗ് ആലോചിക്കുന്നത്. അതിന് ഏറ്റവും എളുപ്പമുള്ളത് സംഘപരിവാരത്തിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ടാക്കൽ, ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യം, ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അല്ല വേണ്ടത്. കുറെ കൂടി ഗൗരവത്തോടുകൂടി രാഷ്ട്രീയത്തെ കാണുകയും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് തന്നെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യാൻ തയ്യാറാവണം. ഇത് ഒരു പരിധിവരെ ലീഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസുമായിട്ടുള്ള അധികാരം പങ്കിടൽ എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങിയതുകൊണ്ട് രാഷ്ട്രീയത്തെ കാണാൻ അവർ ശ്രമിക്കുന്നത് കണ്ടാണ് ഇപ്പോൾ അവർ എത്തിപ്പെടുന്ന ഈ പ്രതിസന്ധി. അവിടെയാണ് പ്രശ്നം. കാരണം ഇത് ലീഗ് നേരിടുന്ന ഒരു ജനിതക വൈകല്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ലീഗിന്റെ പിറവി തന്നെ കോൺഗ്രസിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യക്കുറവ് അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നങ്ങളെ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലെ പാകപ്പിഴവുകൾ ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസുമായുള്ള ബാന്ധവം ലീഗിന് അനിവാര്യമാണ് എന്നതുപോലെ കോൺഗ്രസിനും അനിവാര്യമാണ്. കാരണം കോൺഗ്രസിനകത്തെ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ കുറവ് കോൺഗ്രസ് മറച്ചു വയ്ക്കുന്നത് ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തിക്കാട്ടിയാണ്. കാരണം UDFിലെ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ ഉറപ്പിക്കുന്ന ഒരു താക്കോലാണ് ലീഗ് എന്നിരിക്കെ ഇത് രണ്ടും ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത വിധം അധികാര രാഷ്ട്രീയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. പക്ഷേ ലീഗ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി സാമുദായിക പ്രശ്നങ്ങളിൽ, സാമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ അതിന് ഈ അധികാര രാഷ്ട്രീയം ഒരു തടസ്സമായി നിൽക്കുന്നു. കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ സംഘപരിവാർ ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴും അതിന് ആ ധർമ്മസങ്കടം വേട്ടയാടുന്നു. ആ ധർമ്മസങ്കടം CPMനെതിരെയുള്ള ഈ വാക്കുകളിൽ നിഴലിക്കുന്നില്ല. ഇല്ല അജിം സാദ്, ഒരിക്കലും ഈ CPMനെതിരായിട്ടുള്ള പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ എന്താണെന്ന് ഞാൻ വിശദീകരിച്ചതുകൊണ്ട് ഈ സമയപരിധി മൂലം ഞാൻ ഇനി അത് വിശദീകരിക്കുന്നില്ല. പ്രേക്ഷകരെന്തായാലും അത് കേട്ട് കാണും. പിന്നെ എൻ്റെ സ്നേഹിതൻ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞ കാര്യങ്ങളിൽ അത്ര വലിയ ആഴത്തിലുള്ളൊരു പ്രതിസന്ധി മുസ്ലിം ലീഗിനെ അഭിമുഖീകരിക്കുന്നെന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ രാഷ്ട്രീയമായി അവബോധമുള്ളവരായി തീരുന്നു എന്നും പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പക്ഷേ വർഗീയ അവബോധം ഉണ്ടാവുക എന്നുള്ളതിന് ഞങ്ങൾ എതിരാണ്. അതായത് മുസ്ലിം ലീഗിന് ക്ഷീണം എപ്പോൾ സംഭവിച്ചാലും ഈ പറഞ്ഞ SDPI, പോപ്പുലർ ഫ്രണ്ട്, NDF, PDP അങ്ങനെയുള്ള ഒരു തരം തീവ്രവാദ മനോഭാവമുള്ള ശക്തികളാണ് ഉയർന്നു വരിക. കോൺഗ്രസ് എപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സംഘപരിവാറും BJPയും ശക്തിപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് എപ്പോഴെല്ലാം ക്ഷീണിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം
മുസ്ലിം സമുദായത്തിലെ പുതിയ തരത്തിലുള്ള ചില ഭീകര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്പസ്വല്പം തീവ്രവാദപരമായ മനോഭാവമുള്ള സംഘടനകൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അസ്തിത്വം കൊണ്ടും ശക്തി കൊണ്ടും അത് രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നതും കൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറേ അധികം ആളുകളൊന്നും ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സഹായിക്കാൻ സന്നദ്ധമാകാത്തത്. അത് കാണാതിരുന്നുകൂടാ. മുസ്ലിം സമുദായത്തിൽ ഈ ഫാസിസത്തെ ഞങ്ങളിപ്പോൾ നേരത്തെ NP ചെക്കുട്ടി ഇപ്പോൾ അല്ലാതെ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉണ്ട്. തെറ്റാണത്. 1990കളിൽ തന്നെ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന ഒരു പ്രമേയം പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. അത് പ്രിന്റഡ് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 90കളിൽ ഈ BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അധികാരത്തിൽ വരുമെന്നും ഇപ്പോൾ 2 സീറ്റേ ഉള്ളൂ എന്നും അതിനുള്ള സാധ്യതകൾ എന്താണെന്നും അത് എപ്രകാരമാണ് ഭയാനകമായൊരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു പ്രമേയം 90കളിൽ തന്നെ ഞങ്ങൾ സമ്മേളനം അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രിന്റഡ് കോപ്പി ഈസ് അവൈലബിൾ വിത്ത് മീ ഈവൻ ടുഡേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഇന്നും നാളെയും തുടങ്ങിയൊരു സംഗതിയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഈ വിഷയത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്ന ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം ഇതൊക്കെ പറഞ്ഞല്ലോ. ഈ വെള്ളാപ്പള്ളിയുടെ പ്രശ്നത്തിലും പുതുതായിട്ട് സംഘപരിവാർ കേരളത്തിൽ ശക്തിപ്പെട്ടാൽ 2 കൂട്ടരും ഭയപ്പെടേണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു ത്രെട്ടാണത്. അവരൊരു 3ാം മുന്നണി എന്ന നിലയിൽ അവരൊരു സഖ്യം ഉണ്ടാക്കി ഹൈന്ദവ സഹോദരന്മാരെയൊക്കെ കൂട്ടി ഇടവന്മാരെയൊക്കെ കൂട്ടി അവരൊരു ശക്തിയായിട്ട് വരുമ്പോൾ 2 പക്ഷത്തിനും അതിൻ്റെ സമയപരിധി മൂലം ഇടപെടുകയാണ്. കെട്ടിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ NP ചെക്കുട്ടി തുടങ്ങി വെച്ച അല്ലെങ്കിൽ കോയിൻ ചെയ്ത ഒരു ആശയമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് മാറി മറ്റ് പുതിയ രാഷ്ട്രീയ ആശയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. അത് ഒരു വർഗീയമായ രാഷ്ട്രീയ ലൈനാണ് എന്ന അഭിപ്രായം ഒരുപക്ഷെ താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ആ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ആശയപരമായി തന്നെ ഒരർത്ഥത്തിൽ ഫാഷിസ്റ്റ് വിരുദ്ധമാണ്. അത് ഫാഷിസ്റ്റ് വിരുദ്ധമായ ഇടത് രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നു പോലുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പുതുതായി ഉയർന്ന് ലീഗ് ക്ഷീണിക്കുമ്പോൾ വളർന്നു വരുന്ന രാഷ്ട്രീയ ധാര ഭീകരവാദത്തിൻ്റെതാണെന്ന് KN ഖാദർ പറയുമ്പോൾ ആ തളിർത്തു വരുന്ന പുതിയ രാഷ്ട്രീയ ധാരകൾ മുസ്ലിം യുവാക്കളെ ധാരാളമായി സ്വാധീനിക്കുന്നുണ്ട്. അത് KN ഖാദറിൻ്റെയും NP ചെക്കുട്ടിയുടെയും വാക്കുകളുണ്ട്. ഈ ധാരയെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നുണ്ടോ? അത് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ദുർബലമാക്കുന്നില്ലേ? CPMൻ്റെ 21ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയങ്ങൾ വായിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഇന്ത്യയിലല്ല, ലോകത്ത് ആകെ തന്നെ ഇപ്പം ഈ നിയോ ലിബറൽ മൂലധന ശക്തികൾ മതവംശീയ ശക്തികളുമായി ചേർന്നുകൊണ്ട് വളരെ ഹിംസാത്മകമായ മൂലധന പിന്തുണയുള്ള ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ, ഇപ്പം നവനാസി പ്രസ്ഥാനങ്ങൾ തന്നെ, ഇപ്പം പശ്ചിമേഷ്യയിലേക്ക് വരുമ്പോൾ സയനിസം, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹിന്ദുത്വം, ഇതിന് വലിയ രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു അപകടകരമായ സാഹചര്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഫാസത്തിൻ്റെ ഭീഷണിക്ക് ഇരയാകാൻ സാധ്യതയുള്ള ദളിതുകൾ, പിന്നോക്ക വിഭാഗങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ CPM കാണുന്നത് ഇത്തരം വിഭാഗങ്ങളെ ആകെ തന്നെ സംഘടിതമായ വർഗീയ പ്രസ്ഥാനങ്ങളിലേക്ക് തള്ളിക്കൊടുക്കാതെ ഈ പുതിയ ഉണർവിനെ കണ്ടെത്താനും അതിനെ അഭിസംബോധന ചെയ്യാനും അത്തരം വിഭാഗങ്ങളെ കൂടെ നിർത്താനും ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ കരുത്താർന്ന ഒരു ധാരയാക്കി മാറ്റാനും കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, മതനിരപേക്ഷമായ നിലപാട് ശക്തമായി സ്വീകരിക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട KN ഖാദർ ഇവിടെ പറഞ്ഞല്ലോ, ലീഗ് പലപ്പോഴും സംഘപരിവാറുമായി നടത്തിയ വിട്ടുവീഴ്ചകളാണ് ആ പ്രസ്ഥാനത്തിനകത്ത് തീവ്രവാദപരമായ മൂവ്മെൻറ്റുകൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ലീഗ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വലിയ സംഘടിതമായൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ബാബറി മസ്ജിദ് ഇഷ്യൂ അതെടുത്ത നിലപാടെന്താണ്? പോകട്ടെ, ബാബറി മസ്ജിദിന് ശേഷം അദ്ദേഹം പറഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ ഈ സമീപകാലത്ത് 2ാം UPA സർക്കാർ, ആ സർക്കാരിനെ പിന്തുണച്ച ഇടതുപക്ഷം ശക്തമായി എതിർത്ത പല കാര്യങ്ങളും. ഒന്ന്, ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം. അന്നത്തെ UPA സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിനോടൊപ്പം നിൽക്കാൻ, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ 90കളിൽ നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഷിമോൻ, ബാബറി മസ്ജിദ് മാത്രമല്ല, ബാബറി മസ്ജിദ് തകർത്ത തൊട്ട വർഷമാണ് ഷിമോൻ പെരേസ്. നെഹ്റുവിൻ്റെ കാലം മുതൽ നയതന്ത്ര ബന്ധം പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സയനിസ്റ്റ് രാജ്യവുമായിട്ട്, ലോകത്തിലെ ഏറ്റവും അക്രമാസക്തമായ മതവംശീയതയാണ് സയനിസം എന്ന് പറയുന്നത്, ആ സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ഭരണപ്രതിനിധി ഇന്ത്യയിലേക്ക് വന്നു, വിദേശകാര്യമന്ത്രി. അന്ന് UPA സർക്കാരിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. BJP ഭരിക്കുമ്പോഴേക്കും അതേ ആളുകൾ വന്നു, അവരുമായിട്ട് കൂടുതൽ പ്രതിരോധ കരാറുകളും കാർഷിക വിജ്ഞാന കരാറുകളും എല്ലാം ഉണ്ടായി. ഇതിനെയെല്ലാം എതിർത്തോ?
ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് നിയോ ലിബറൽ മൂലധനം. അതാണ് കോൺഗ്രസുമായിട്ടുള്ളൊരു പ്രശ്നം. നിയോ ലിബറൽ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ മതവംശീയ പ്രസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അത് വിവേചനത്തിനും അടിച്ചമർത്തലിനും വിധേയമാകുന്ന വിഭാഗങ്ങളുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വിവേചനത്തിനും അടിച്ചമർത്തം വിധേയ, പക്ഷെ അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ കാണണം. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഐഡന്റിറ്റിയെ നമ്മൾ കാണണം. റൈറ്റ് കെ ടി കുഞ്ഞുകണ്ണൻ, എൻ പി ചെക്കുട്ടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഫാഷിസത്തിൻ്റെ ഇരകളിൽ ഒരു പുതിയ രാഷ്ട്രീയ ധാര ഉയർന്നു വരുന്നുണ്ട്. അത് ദലിതുകളിലാവട്ടെ ന്യൂനപക്ഷങ്ങളിലാവട്ടെ. അത് നിലവിൽ തന്നെ മുഖ്യധാര ഇടത് രാഷ്ട്രീയത്തോട് വേർപെട്ടുകൊണ്ട് തന്നെ ഫാഷിസത്തെയും ഇടത് രാഷ്ട്രീയത്തെയും ഒരേപോലെ വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ രാജ്യത്തെമ്പാടുമുണ്ട്. ഏറ്റവും അവസാനം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുല എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയ സംവാദങ്ങളിൽ ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. ഒരു വശത്ത് മുസ്ലിം ലീഗ് തങ്ങൾ ക്ഷയിച്ചാൽ ഇത്തരം ധാരകൾ, ഭീകരതയുടെ ലാഞ്ചനയുള്ള ധാരകൾ ഉയർന്നു വരുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. മറുവശത്ത് ഇടതുപക്ഷം പറയുന്നു ഇത്തരം ഐഡന്റിറ്റികളെ ഞങ്ങൾ സ്വീകരിക്കുന്നു, പക്ഷേ അവരുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ അംഗീകരിക്കുന്നില്ല എന്ന്. ഇത് ഈ രണ്ട് പാർട്ടികളുടെ ഈ നിലപാട് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഞാൻ ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. കാരണം അവർ അധികാര രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിഷയത്തെ കാണുന്നത്. മുസ്ലിം ലീഗ് ഒഴിച്ചു വരുന്ന എല്ലാ മറ്റ് രാഷ്ട്രീയ കക്ഷികളും മുസ്ലിങ്ങൾക്കിടയിൽ റെപ്രസെൻറ്റേഷനിലെല്ലാം, അത് SDP ആയാലും ശരി, വെൽഫെയർ പാർട്ടി ആയാലും ശരി, INL ആയാലും ശരി, അതൊക്കെ ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ IS-ൻ്റെ ഇന്ത്യൻ രൂപമാണ് എന്നൊക്കെ. ഇതിലൊക്കെ വസ്തുതകളെക്കുറിച്ച് ഗൗരവത്തോടു കൂടി പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. ഇതൊന്നുമല്ല. യങ്ങർ ജനറേഷനിലെ ആളുകൾ കാര്യങ്ങളെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. ലീഗിൻ്റെ രാഷ്ട്രീയത്തിനോട് വലിയ ശക്തമായിട്ടുള്ള വിയോജിപ്പ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനെ തോന്നുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം ദളിതിനിടയിലുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, അതുപോലെ സാമൂഹിക വേണ്ടി. ഇപ്പം ഈയിടെ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല പോലും അദ്ദേഹം SFIയിൽ ഇരുന്ന ആളാണ്. SFIയിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഗതിയുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സഖ്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ നമുക്ക് വിയോജിപ്പുകളുണ്ടാവും. വിയോജിപ്പുകൾ ഇരിക്കെ തന്നെ ഇത്തരം പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനും അവരുടെ ഈ റിയൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിലെനിക്ക് തോന്നുന്നത് ഈ പ്ലീനം, കഴിഞ്ഞ കൽക്കട്ട പ്ലീനം CPM വളരെ ഗൗരവമുള്ള ഒരു കാര്യം സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നേരത്തെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തിൻ്റെ മാത്രമല്ല സാമൂഹികമായ അവശതകളുടെയും അടിസ്ഥാനത്തിൽ ദ്വിമുഖമായിട്ടുള്ള രണ്ട് കാല് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് പാർട്ടി തയ്യാറാവും. അതിൻ്റെ അർത്ഥം ഈ തരത്തിലുള്ള ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹികമായിട്ടുള്ള അവശതകളുടെ അടിസ്ഥാനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കൂടി കൂട്ടിയോജിപ്പിക്കാൻ CPM തയ്യാറാവുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ NP ചെക്കുട്ടി, KN ഖാദർ, KT കുഞ്ഞുകണ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.